ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് നല്ല ഒരു സോഫ്റ്റായിട്ടും ഫ്ലഫി ആയിട്ടുള്ള ഒരു ചപ്പാത്തിയുടെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതല്ലേ നല്ല സോഫ്റ്റായിട്ടും അതായത് ചപ്പാത്തി നല്ല പൊങ്ങി വരണമെന്നൊക്കെ. അപ്പോൾ അതാ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യണുണ്ട് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഇവിടെ ഒരു 1.25 കപ്പ് ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും പിന്നെ 1 കപ്പ് അതായത് തിളച്ച വെള്ളമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് കുറച്ചായിട്ട് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇവിടെ 1 കപ്പ് അതായത് 240 ml കപ്പിൽ 1 കപ്പാണ് ഞാനിവിടെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ ഇത് നല്ലപോലെ നമുക്ക് കൈ കൊണ്ട് നല്ലപോലെ ഇത് കുഴച്ചെടുക്കണം. ഈ ഒരു 1.25 കപ്പിൽ ഒരു 8-9 ചപ്പാത്തി ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതനുസരിച്ചാണ് ഞാനിവിടെ 1.25 കപ്പ് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇത് നല്ലപോലെ കുഴച്ചതിന് ശേഷം ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും റൈറ്റ് സൈഡിൽ കാണുന്ന ഒരു ബെല്ലൈക്കണൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. ഇപ്പോൾ ഇതാ നല്ലപോലെ കുഴച്ച് നല്ല മയത്തിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു 10 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഇത് എൻ്റെ ബാൽക്കണിയിൽ നിന്ന് കാണുന്ന ഒരു കാഴ്ചയുണ്ട് കേട്ടോ. അപ്പോൾ ആ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്ന ആ ഒരു സമയത്ത് ഒന്ന് ജസ്റ്റ് ഞാൻ ഇവിടെ വന്നൊന്ന് വീഡിയോ എടുത്തതേ ഉള്ളൂ. അങ്ങനെ ഇതൊരു 10 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഇത് നമുക്ക് ഒന്നും കൂടെ 2 മിനിറ്റ് ഒന്നും കൂടെ കുഴച്ചെടുക്കണം. ഇപ്പോൾ തന്നെ മാവ് നല്ല സോഫ്റ്റായിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഒന്ന് ജസ്റ്റ് 2 മിനിറ്റ് കുഴച്ചെടുത്തതേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇതിനെ നമുക്ക് ഓരോന്നായിട്ട് ബോൾസാക്കി എടുക്കാം. അപ്പോൾ ബോൾസാക്കിയൊക്കെ എടുക്കുന്നത് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. അതായത് ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തതിന് ശേഷം അപ്പോൾ നമുക്കിതാ നമ്മൾ ചപ്പാത്തി പലകയിൽ കുറച്ച് മാവ് തൂക്കിയതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നമുക്കൊന്ന് പരത്തിയെടുക്കാം. അപ്പം ഞാനിപ്പോൾ കുറച്ച് വലുതായിട്ടാണ് പരത്തിയെടുക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഓരോ ബോൾസും റെഡിയാക്കിയിട്ടുള്ളത്. ഇപ്പോൾ ഈ ഒരു കട്ടിക്ക് വേണം നമുക്ക് എല്ലാ മാവും ഒന്ന് പരത്തിയെടുക്കാനായിട്ട്. അപ്പോൾ നല്ല ചൂട് കല്ലിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് ചപ്പാത്തി ചുട്ടെടുക്കുന്നത്. അപ്പോൾ ഒരു 2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഒന്ന് പൊങ്ങി വരാൻ തുടങ്ങും. അപ്പോൾ അഥവാ ചപ്പാത്തിയുടെ ഈ ഒരു മാവ് പൊങ്ങി വന്നില്ലെങ്കിൽ നമുക്ക് ചട്ടുകം വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും ഫുള്ളും എല്ലാ സൈഡും ഇതുപോലെ ഒന്ന് പൊങ്ങി വരും. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത സൈഡും ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ സമയത്ത് നെയ്യ് വേണം എന്നുള്ളവർക്ക് നെയ്യ് തേച്ച് കൊടുക്കാം, എണ്ണ വേണമെങ്കിൽ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇത് രണ്ടും വേണ്ടാന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ നമുക്ക് ചുട്ടെടുക്കാം. നമുക്ക് ഹെൽത്തി എന്ന് പറയുമ്പോഴത്തേക്കും ഇതുപോലെ ചുട്ടെടുക്കുന്നതായിരിക്കും നെയ്യൊന്നും ഒഴിക്കാതെ. അപ്പോൾ ഞാനിവിടെ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കുന്നതിൽ മോക്കുണ്ടാക്കുമ്പോൾ ഇതുപോലെ നെയ്യൊന്ന് തേച്ചിട്ടാണ് എടുക്കാറുള്ളത്. എപ്പോഴും എല്ലാവരുടെ വീട്ടിലും ഉണ്ടാക്കുന്ന ഒരു സാധനമാണല്ലോ ചപ്പാത്തി. അപ്പം ഇതുപോലെ ചപ്പാത്തിയൊക്കെ ഒന്ന് പൊങ്ങി വന്നില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ടും ഇതുപോലെ തന്നെ നല്ല സോഫ്റ്റായിട്ടും ഫ്ലഫി ആയിട്ടുള്ള ഒരു ചപ്പാത്തി നിങ്ങൾക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഇതിൻ്റെ കൂടെ ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള അത് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഗ്രീൻ പീസ് കറിയാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ 2 ദിവസത്തിന് മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവർ അത് പോയി കണ്ടു നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക.